ഫൈൻഡ് മൈ ഡെസ്റ്റിനേഷൻ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തൊരു വേഗം ഒന്ന് പോയി എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വഴിയൊക്കെ കണ്ടുപിടിച്ചു. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തി ആൻഡ് നമ്മൾ വീടും കണ്ടുപിടിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ വീട് തപ്പി പിടിച്ച് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ. നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, യെസ് കേസ് ഫൈനലി നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല, വീടെടുത്ത് നിൽക്കുന്നത്. അവൾക്ക് ജോലി കിട്ടി, അപ്പോൾ തൃശ്ശൂർക്കാണ് അവൾ വന്നേക്കുന്നത്. അങ്ങനെ ഈ ചേച്ചി 6 മാസമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അങ്ങനെ അവൾ ആ ചേച്ചിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും കൂടെ വീടും പരിസരമൊക്കെ കാണാൻ ഇറങ്ങി. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്, എന്തൊരു ഓൾഡ് ഫീലല്ല. എനിക്ക് ആ പണ്ടത്തെ ഫീലൊക്കെ വരുന്നു ഇങ്ങനെ പറമ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ആ തണുപ്പില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ കിണർ കണ്ടപ്പോൾ ഡേയ്സറെ മൂവി കണ്ട് അവളെ പേടിപ്പിച്ച് ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദ ബാക്ക് വ്യൂ ഓഫ് ദ വീട് ഗൈസ്, എന്തൊരു ഫീലായിരുന്നു. നല്ല തണുപ്പ്, നല്ല കായൽ. അത് കഴിഞ്ഞൊരു ഫ്രഷ് തേങ്ങ ഉണ്ട്, അത് ഇറങ്ങി മേലത്ത് വലിയ തേങ്ങ ഇടാൻ നോക്കി ചേട്ടനാണ്, പക്ഷെ അത് പാളിപ്പോയി ഗൈസ്. ആൻഡ് മിറർ കണ്ടാൽ നമ്മൾ മിററിനെ ഇടത്തില്ലല്ലോ, നമ്മൾ മിററിനെ പിഴിഞ്ഞ് അതിൻ്റെ അങ്ങേയറ്റം പിഴിയാവുന്ന രീതിയിൽ പിഴിഞ്ഞാൽ നമ്മൾ മിറർ വിടത്തുള്ളൂ. അങ്ങനെ മിററിൻ്റെ മുന്നിൽ നിന്ന് കുറേ കോപ്രായം കാണിച്ച് നമ്മൾ നേരെ ക്ലീനിങ്ങിലോട്ട് പോയി. അമ്മയും ചേട്ടനും കൂടെ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി. റൂം കുറേ നാളായാലും അടച്ച് കിടക്കുന്നു. അങ്ങനെ മിന്നൽ മുരളീനെ പോലെ തുണിയൊക്കെ കെട്ടി ചേട്ടൻ അങ്ങനെ ക്ലീൻ ചെയ്യാൻ കയറി. പോയി തൂക്കുന്നില്ല അവർ 2 ചൂലല്ലേ ഉള്ളൂ. 2 ചൂലുള്ളതുകൊണ്ടാണ് അവൾ തൂക്കാത്തില്ലേ, തൂത്താനേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനും ചേട്ടനും അവളെ മാക്സിമം പേടിപ്പിച്ച് വെച്ചേക്കുന്ന, ഒറ്റയ്ക്കൊക്കെ അല്ലേ റൂമിൽ. അങ്ങനെ ഞങ്ങൾ മാക്സിമം പേടിപ്പിച്ചാണ് അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടതെന്ന് തോന്നുന്നു. വേറൊരാളും കൂടെ വീട്ടിൽ നിൽക്കാൻ വരുന്നതെന്നാണ് കേട്ടത്. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് നോക്കിക്കേ ഗൈസ്, എൻ്റെ ഹെയർ സ്റ്റൈൽ എഗെയിൻ ലൈക്ക് എ കുമ്പിടി. എനിക്കിതാണ് കംഫർട്ട് സോൺ എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പർച്ചേസിങ്ങിന് ഇറങ്ങി, ചെറിയ വലിയ സാധനങ്ങൾ വാങ്ങിക്കാൻ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്, നമ്മുടെ കൈയുടെ ഹീറ്റ് അനുസരിച്ച് ആ റെഡ് വാട്ടർ പോകും. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് ഓർമ്മകളാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടും അകത്തോട്ടൊക്കെ കയറി കടയ്ക്കാത്ത ഒരു സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങൾ കൈ നിറയെ സാധനങ്ങളായി നമ്മൾ കാർട്ടിൻ്റെ ഡിക്കിലോട്ട് വെച്ചു. ആൻഡ് ദ മെയിൻ പാർട്ട് ഓഫ് ദ ഡേ ഈസ് വാട്ട്, അതറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ പാർട്ട് 3 വീഡിയോ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ. സോ ബൈ ഗായ്സ്.